കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി എസ്.ഐ ഐൻ ബാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യും. കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ആനന്ദിനെ കസ്റ്റഡിയിലെടുത്തത്. ഒരു പോലീസുകാരന്റെ കൈയോട് ചേർത്ത് വിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു. പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഇടിഞ്ഞമലയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റ് പ്രിയപ്പെട്ട ആനന്ദ് തോമസിനെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതില് തങ്കമണി എസ്.ഐ ആയിട്ടുള്ള ശ്രീ ഐൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആനന്ദിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇടിഞ്ഞമലയിലുള്ള സംഭവം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഒരു പ്രാദേശിക പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ആനന്ദും അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം വിജി ഇരിപ്പിക്കാട്ടും മറ്റു പൊതുപ്രവർത്തകരും ആ സംഭവ സ്ഥലത്തെത്തുകയും ആ സംഭവം പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയ പൊതുപ്രവർത്തകരോടും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളോടും എസ്.ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ പ്രശ്നം പരിഹരിച്ചു പോവുകയും അതിനുശേഷം എസ്.ഐ ആശുപത്രിയിൽ അഡ്മിറ്റായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് നമ്മുടെ ആനന്ദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന, ഈ നാട്ടിൽ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഒരു കൊടും ക്രിമിനലിനെ അല്ലെ ഒരു കൊലപാതക കേസിലെ പ്രതികളെ അല്ലെ മോഷണ കേസിലെ പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ വിലങ്ങ് വെച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനവുമായിട്ടാണ് എസ്.ഐയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ കള്ളക്കേസിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസിന്റെ ഉടുമ്പൻചോല അസംബ്ലി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത തങ്കമണി എസ്.ഐയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക. പ്രതിഷേധ മാർച്ച് ബഹുമാനിയായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. നിയമവിരുദ്ധമായ രീതിയിൽ അറസ്റ്റും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന എസ്.ഐക്കെതിരെ നിയമ നടപടിയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരമുള്ള പ്രവണതകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നതെന്നുള്ള പ്രതിഷേധകരമാണ്. അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ജില്ലയിലാകമാനം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. നിയമവിരുദ്ധ അറസ്റ്റിന് ഒത്താശ ചെയ്തത് കട്ടപ്പന ഡിവൈഎസ്പിയാണ്. പോലീസിന്റെ ഈ ധാർഷ്ട്യം അംഗീകരിക്കുവാൻ കഴിയില്ല. പ്രതികാര ബുദ്ധിയോടെയുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി മഹേഷ് മോഹനൻ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ്, അഭിലാഷ് വി ജോസ്, അലൻ എസ് പുലിക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ, കട്ടപ്പന. LKG, UKG, പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ, കട്ടപ്പന.